രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടിവെള്ളം, വൈദ്യുതി, പെട്രോൾ എന്നിവയുടെ സബ്സിഡിയിൽ കുറവ് വരുത്തുന്ന കാര്യം സർക്കാർ പരിഗണനയിൽ. സബ്സിഡി ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതാണ് പരിഗണനയിലുള്ളത്. ഡീസലിന്റെ സബ്സിഡി കുറച്ചതിന് പിന്നാലെയാണ് വെള്ളം, വൈദ്യുതി, പെട്രോൾ എന്നിവയുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനം. ഇതിന്റെ ഭാഗമായി മന്ത്രിസഭയുടെയും സുപ്രീം പ്ലാനിംഗ് കൗൺസിലിന്റെയും സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. യോഗം ബുധനാഴ്ച നടക്കും. വൈദ്യുതി നിരക്ക് നിലവിൽ കിലോവാട്ടിന് ഈടാക്കുന്നത് 0.02 ദിനാറിൽ നിന്ന് 0.07 ദിനാറാക്കി ഉയർത്തുന്നതാണ് പരിഗണിക്കുന്നത്. പെട്രോൾ വില ലിറ്ററിന് 60 ഫിൽസിൽ നിന്ന് 110 ഫിൽസാക്കി ഉയർത്താനാണ് നിർദ്ദേശം. മന്ത്രിസഭ, സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ സംയുക്ത യോഗത്തിന് മുന്നിൽ വരുന്ന ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്കായി നൽകും. പാർലമെന്റിന്റെ അന്തിമാനുമതി ലഭിച്ച ശേഷമാണ് വില വർധന നടപ്പാക്കുകയെന്നാണ് റിപ്പോർട്ട്. പ്രതിവർഷം കുവൈത്തിൽ ഇന്ധന സബ്സിഡി ഇനത്തിൽ 600 ദശലക്ഷം ദിനാറാണ് ചെലവാകുന്നതെന്ന് സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ അംഗം ഡോക്ടർ ഖാലിദ് ബിൻ ഷബ്ഹാൻ പറഞ്ഞു. അതേസമയം സബ്സിഡി കുറയ്ക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ആഗോളതലത്തിൽ കുവൈത്തിന്റെ ദിനാർ മൂല്യം വർദ്ധിക്കും. എന്നാൽ സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന നിക്ഷേപകർക്ക് തിരിച്ചടിയാകും. ഇതോടൊപ്പം സാധാരണ ജനങ്ങളുടെ മാസ ബജറ്റിലും വർധന സൃഷ്ടിക്കും. കുവൈത്ത് സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാണെങ്കിലും സബ്സിഡി കുറയ്ക്കലടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അടുത്തിടെ ഇറങ്ങിയ അന്താരാഷ്ട്ര നാണയനിധി റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 കുവൈത്ത്.